പഴയ പത്രവാർത്തയിൽ വിക്രമിന്റെ കണ്ണുകൾ ഉടക്കി. ദുരൂഹമായ കൊലപാതക കേസിലെ സാക്ഷികൾ എന്ന തലക്കെട്ടിന് താഴെ വർക്കിയുടെ ചിരിക്കുന്ന മുഖം. അത് 20 വർഷം മുൻപുള്ള ഒരു കൊലപാതകമായിരുന്നു. ഒരു പ്രശസ്ത എഴുത്തുകാരനായ ജോസഫിന്റെ മരണം. പോലീസ് ആത്മഹത്യയാണെന്ന് വിധി എഴുതിയ ആ കേസ് പിന്നീട് ആർക്കും ഓർമ്മയില്ലാത്ത ഒരു പഴയ ഫയലായി മാറി. ജോസഫിന്റെ മരണത്തിലെ ഏക സാക്ഷിയായിരുന്നു വർക്കി. വിക്രം അജിത്ത് പറഞ്ഞ വാക്കുകൾ ഓർത്തു. ചോദ്യം ചെയ്യുന്നവൻ ഇത് ജോസഫിന്റെ മരണവുമായി ബന്ധമുണ്ടെന്ന് വിക്രമിന് തോന്നി. വർക്കി മരിച്ചത് ജോസഫിന്റെ മരണത്തിലെ രഹസ്യം പുറത്തുവരുമെന്ന ഭയം കൊണ്ടാണോ? അതോ ആ രഹസ്യം അറിയുന്നതുകൊണ്ടാണോ? ജാപ്പനീസ് പൂന്തോട്ടത്തിൽ കാത്തിരിക്കും സുനിൽ വിളിച്ചു പറഞ്ഞ ആ വാക്കുകൾ വിക്രമിന്റെ മനസ്സിൽ വീണ്ടും മുഴങ്ങി. അജിത്ത് പറഞ്ഞത് ശരിയാണെങ്കിൽ ഇത് അടുത്ത കളിയുടെ തുടക്കമാണ്. വിക്രം തന്റെ ജീപ്പിൽ കയറി നേരെ നഗരത്തിലെ ജാപ്പനീസ് പൂന്തോട്ടത്തിലേക്ക് തിരിച്ചു. രാത്രിയുടെ നിശബ്ദതയിൽ നഗരത്തിലെ തെരുവുകൾ വിജനമായിരുന്നു. പൂന്തോട്ടത്തിന്റെ കവാടത്തിന് മുന്നിൽ ജീപ്പ് നിർത്തി. കവാടം തുറന്നു കിടക്കുന്നു. ഉള്ളിലേക്ക് കയറുമ്പോൾ കാറ്റ് ഇലകളെ ഇളക്കി ഒരു മർമ്മരം പുറപ്പെടുവിച്ചു. പൂന്തോട്ടം മുഴുവൻ ചുവപ്പും മഞ്ഞയും നിറങ്ങളുള്ള വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. ആ വെളിച്ചത്തിൽ ഒരു കുന്നിന്റെ മുകളിലെ ബുദ്ധന്റെ പ്രതിമയുടെ മുന്നിൽ ഒരു നിഴൽ അനങ്ങുന്നതായി വിക്രം കണ്ടു. അയാളുടെ തോക്കിലേക്ക് കൈ നീട്ടി. കാൽപ്പെരുമാറ്റം ശ്രദ്ധയോടെ മുന്നോട്ട് നടന്നു. എന്നാൽ അവിടെ ആരുമുണ്ടായിരുന്നില്ല. പകരം ബുദ്ധന്റെ കൈകളിൽ ഒരു ചെറിയ പെട്ടിയുണ്ടായിരുന്നു. പെട്ടി തുറന്നപ്പോൾ അതിൽ ഒരു പഴയ ഫോട്ടോയും ഒരു ചെറിയ കുറിപ്പുമുണ്ടായിരുന്നു. ഫോട്ടോയിൽ ഒരു പറ്റം ചെറുപ്പക്കാർ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അതിൽ ഒരാൾ വർക്കി, പിന്നെ മറ്റൊരാൾ പത്രത്തിൽ കണ്ട എഴുത്തുകാരൻ ജോസഫ്, പിന്നെ അജിത്തിന്റെ അച്ഛൻ, അങ്ങനെ 6 പേർ. കുറിപ്പിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ചോദ്യം ചെയ്യുന്നവന് ഒരിക്കലും മറുപടി പറയാത്തവന് മരണമാണ് വിധി. അത് വിക്രമിനെ ഞെട്ടിച്ചു. ഇത് കേവലം ഒരു കൊലപാതകമായിരുന്നില്ല. ഇത് ഒരു കൂട്ടം ആളുകളുടെ മരണത്തിലേക്കുള്ള ഒരു കളിയായിരുന്നു. കുറിപ്പിന്റെ താഴെ മറ്റൊരു വാക്യം കൂടി ഉണ്ടായിരുന്നു: കളി തുടങ്ങിയിരിക്കുന്നു, മിസ്റ്റർ വിക്രം. അടുത്തത് ആരെന്നറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത സൂചന നിങ്ങൾ കണ്ടുപിടിക്കും. അതേ നിമിഷം വിക്രമിന്റെ ഫോൺ റിംഗ് ചെയ്തു. അജ്ഞാത നമ്പറിൽ നിന്നുള്ള ഒരു കോൾ. വിക്രം കാൾ എടുത്തു. മറുതലക്കൽ ഒരു കമ്പ്യൂട്ടർ ശബ്ദം ഇങ്ങനെ പറഞ്ഞു: കൊലയാളിയെ കണ്ടെത്തുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഒരു ചോദ്യം. ആരാണ് സത്യം മറച്ചുവെച്ചത്, ചതിയനോ അതോ ചോദ്യം ചെയ്യുന്നവനോ? വിക്രം ഫോൺ കട്ട് ചെയ്തു. തന്റെ നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്നത് അയാൾ അറിഞ്ഞു. താൻ കേവലം ഒരു അന്വേഷകനല്ല, താൻ ഇപ്പോൾ ഈ കളിയുടെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. ഈ നിഗൂഢമായ കളിയിൽ അടുത്തത് ആരുടെ ഊഴമാണ്? വിക്രം ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുമോ? ഈ കൂട്ടക്കൊലപാതകത്തിന് പിന്നിലെ രഹസ്യം എന്തായിരിക്കും?